അപ്പോൾ ആരെയും കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം പ്രേക്ഷകർക്ക് കിട്ടിയില്ലെങ്കിൽ അത് മേ ബി അതനുസരിച്ച് കളിക്കണമായിരുന്നു. അതെൻ്റെ കുഴപ്പമാണ്, അല്ലാതെ ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഞാൻ ചേർത്ത് വയ്ക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് പല ദിവസത്തെ കള്ളൻ. അതിനകത്തും ബിജു മേനോൻ്റെ ആ ക്യാരക്ടറൈസേഷൻ ഭയങ്കര ഇതാണ്. പക്ഷെ കുറേ ആൾക്കാർ പറഞ്ഞു അത്രയും നെഗറ്റീവായ ഒരു ക്യാരക്ടറിന് അത് മനസ്സ് അതിൻ്റെ കൂടെ നിൽക്കാനൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല, അത് ഞങ്ങൾ എന്നില്ല എന്ന് പറഞ്ഞു. മിറാഷിനകത്ത് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എൻ്റെ ഒരു സിനിമയുടെ കോൺസെപ്റ്റ് ആണ് മിറാഷ്. അത് പ്രകാരം എല്ലാ ക്യാരക്ടറും തിരിയണം, മനസ്സിലായോ? എല്ലാ ക്യാരക്ടറും തിരിയണം. അതിനകത്ത് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് മാറും എന്ന് പറഞ്ഞു. ഇപ്പം ദൃശ്യം 3യുടെ ഇതിലേക്ക് എത്തുന്ന സമയത്ത്, എൻഡിലേക്ക് എത്തുന്ന സമയത്ത് 2ൻ്റെയും 1ൻ്റെയും പോലെയുള്ള ട്വിസ്റ്റുകളുണ്ട്. ഇതാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഗ്രൗണ്ടഡ് ട്വിസ്റ്റുകൾക്കാണ് ട്രൈ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ സാറിന് ഇപ്പം മിറാഷ് ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഒരുപാട് ട്വിസ്റ്റുകൾ വന്ന സമയത്ത് അത് ആളുകൾക്ക് എന്നുള്ളത് ഒരു വർക്കാവത്തിനെ പറ്റി സാർ തന്നെ അത് ഓപ്പൺലിയൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ലൈക്ക് അത്തരം സിനിമകൾക്ക് ശേഷം ഉണ്ടായ എന്തെങ്കിലും ഒരു വിമർശനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്നോ ഉൾക്കൊണ്ടതാണോ, അല്ലെങ്കിൽ ഇതായിരുന്നു ലൈക്ക് നാച്ചുറലി വന്നൊരു റൈറ്റിംഗ്? അത് നാച്ചുറലി വരുന്ന അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. നമുക്കത് പല രീതിയിൽ ഒരു സർപ്രൈസ് ആക്കാത്ത രീതിയിൽ വേണേൽ പ്രസൻറ്റ് ചെയ്യാം. മിറാഷിനകത്ത് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എൻ്റെ ഒരു സിനിമയുടെ കോൺസെപ്റ്റ് ആണ് മിറാഷ്. അത് പ്രകാരം എല്ലാ ക്യാരക്ടറും തിരിയണം, മനസ്സിലായോ? എല്ലാ ക്യാരക്ടറും തിരിയണം. അതിനകത്ത് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് മാറും എന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം ട്വിസ്റ്റായിട്ട് വന്നപ്പോഴത്തേക്കും, കാരണം അത് പ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ആ ക്ലൈമാക്സിൽ മറ്റേ ആസിഫിൻ്റെ മാത്രമാണ് നമ്മളൊരു ശരിക്കും ഹൈഡ് ചെയ്ത് കളിക്കണം എന്ന് ഉദ്ദേശിച്ച സാധനം. മറ്റേതൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. അപർണയുടെ തന്നെ 2 തവണ മാറുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ്. പക്ഷെ അതിപ്പോൾ ആരെയും കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം പ്രേക്ഷകർക്ക് കിട്ടിയില്ലെങ്കിൽ അത് മേ ബി അതനുസരിച്ച് കളിക്കണമായിരുന്നു. അതെൻ്റെ കുഴപ്പമാണ്, അല്ലാതെ ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു കാൽക്കുലേഷൻ അല്ല. ഇപ്പം ഞാൻ ചോദിക്കുന്ന എല്ലാ ഫിലിം മേക്കറും എല്ലാ സിനിമയും ചെയ്യുന്നത് ആൾക്കാരെ രസിപ്പിക്കാനും ഇതുമാണ്. പക്ഷേ എപ്പോഴും അത് വർക്കൗട്ട് ആവണമെന്നില്ല. ഇതിനൊരു സ്ഥിരമായ ഫോർമുലയൊന്നുമില്ല. അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് പാളിപ്പോകാം. ബിസിനസ്സിൽ എന്ന പോലെ ഈ പറഞ്ഞ സിനിമയിലെല്ലാം ഉണ്ടാവും. അതേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇപ്പോൾ വലതുവശത്തെ കള്ളൻ എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഞാൻ ചേർത്ത് വയ്ക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് വലതുവശത്തെ കള്ളൻ. അതിനകത്തും ബിജു മേനോൻ്റെ ആ ക്യാരക്ടറൈസേഷൻ ഭയങ്കര ഇതാണ്. പക്ഷെ കുറേ ആൾക്കാർ പറഞ്ഞു അത്രയും നെഗറ്റീവായ ഒരു ക്യാരക്ടറിന് അത് മനസ്സ് അതിൻ്റെ കൂടെ നിൽക്കാനൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല, അത് ഞങ്ങൾക്ക് എന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ ഏരിയ മനസ്സിലായില്ല. ഞാൻ സ്പൂൺ ഫീഡിങ് ഒഴിവാക്കിയാണ് കഴിയുന്നത്. അതൊരു കുറ്റമായിരുന്നു, കുറേ പേര് എന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഫീഡ്ബാക്സ് എടുക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, സ്പൂൺ ഫീഡ് ചെയ്യണം. കാരണം ഒരു കൈൻഡ് ഓഫ് ഒരു യങ്സ്റ്റേഴ്സ് ഓഡിയൻസിന് ചില കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും. പക്ഷെ ആ യങ്സ്റ്ററുടെ കൂടെ ഇരിക്കുന്ന അമ്മയും അച്ഛനും അവർ ചിലപ്പം അവർക്ക് അത്രയും അറിയണമെന്നില്ല. ഇപ്പോൾ ഒരു IT ഫീൽഡിലുള്ള ഒരാൾക്ക് ഒരു IT ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പല കാര്യം ഇതൊക്കെ ആദ്യം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് അവർക്ക് അത് കറക്റ്റാണത്. പക്ഷേ ആ വ്യക്തിയുടെ അമ്മയും അച്ഛനും ആ സിനിമ കാണുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഇതെന്താണെന്ന് മനസ്സിലാക്കി കുറച്ചൊന്ന് സ്പൂൺ ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പലതരത്തിലുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. അപ്പം വലതുദിവസക്കാലം ഞാൻ അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാതൊരു കളി കളിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ടോട്ടലി വേറൊരു ഇതായിരുന്നു, മൂവ്മെൻറ്റിലായിരുന്നു എല്ലാ ഷോട്ടും. കാരണം ആൻ്റണി സേവിയറിൻ്റെ ലൈഫിൽ ഉള്ള കെയോസ് ഓഡിയൻസിന് ഫീൽ ചെയ്യണം എന്നുള്ളതില്ല. അപ്പോൾ സ്പീഡ് കൂടി പോയപ്പം പല കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി. ചിലർക്ക് എൻ്റെ വളരെ വേണ്ടപ്പെട്ട നമുക്കറിയാവുന്ന ആൾക്കാർ മനസ്സിലായില്ല. അത് ആ വൈഫിൻ്റെ എന്താ പറയുക ഇതിലായിരുന്നു എന്നുള്ളത് പോലും മനസ്സിലായില്ല. മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയുക, അടക്കിയിരിക്കുന്ന അവിടെയായിരുന്നു അവനെ ഇട്ടെന്ന് പോലും മനസ്സിലായില്ല. അപ്പോൾ അത് മേ ബി ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ പാളിച്ച പറ്റിയതായിരിക്കും. ഇപ്പോൾ ഇനി എന്തൊക്കെയാണ് പുതിയ പ്രൊജക്റ്റുകൾ, അല്ലെങ്കിൽ കുറേ പ്രൊജക്ട്സുകൾ കുറേ ഉണ്ട്. ഞാനതിപ്പം ഇമ്മീഡിയറ്റ് ഞങ്ങൾ ഒരു നമ്മുടെ നേരിൻ്റെ റൈറ്റർ ശാന്തിയുടെ കെയർ ഓഫിൽ വന്ന ഒരു തെലുങ്ക് പ്രൊജക്റ്റ് ഉണ്ട്. പുള്ളിക്കാരത്തിയുടെ തന്നെ കഥയാണ്, പുള്ളിക്കാരത്തിയാണ് എഴുതുന്നത്. പിന്നെ പുള്ളിക്കാരത്തി തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ലീഗൽ ഒരു ഡ്രാമയുണ്ട്. പിന്നെ രാജുവിന് ഒരു ഹൂഡണ്ണിറ്റുണ്ട്. അതായത് ഞാൻ പണ്ട് എന്താ പറയുക നമ്മുടെ ഡിറ്റക്റ്റീവ് 12th മാനൊക്കെ ചെയ്തില്ല, ആ പാറ്റേണിലുള്ളൊരു കഥയുണ്ട്. പിന്നെ വേറെ
ടോട്ടലി ജോണർ മാറിയിട്ടുള്ള കുറേ തോട്ട്സുകൾ മനസ്സിലുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലങ്ങ് പോകുന്നു. ഓക്കെ. അപ്പോൾ ദൃശ്യം 4 അപ്പോൾ വരുമ്പോൾ വരട്ടെ എന്നുള്ളതാണ്. എനിക്കറിയില്ല അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ജോർജ് കുട്ടി കുടുംബം എങ്ങനെ മുന്നോട്ട് അതെ, അവർ ഇപ്പോൾ ഞാൻ കുറച്ച് വർഷം ഒന്ന് അവരെ സ്റ്റഡി ചെയ്യട്ടെ എങ്ങനെയാണ് അവരുടെ ഒരു പോക്കുന്നുള്ളത്. എന്തെങ്കിലും നല്ലൊരു തോട്ട് കിട്ടിയാൽ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ദൃശ്യം 3 ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമാക്സിൻ്റെ ഒരു ആശയം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടല്ല ഞാനത് ചെയ്തത്. അത് ചെയ്തത് നിങ്ങൾക്കെല്ലാം അവസാനം ഭയങ്കര ഇമോഷണലി നിങ്ങളെ ഹുക്ക് ചെയ്തൊരു സംഭവം നിങ്ങളതിനകത്ത് കണ്ടല്ലോ. ആ ഐഡിയ വന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് കയറിയത്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം KS ചിത്ര എന്തോ ഒരു ചോദ്യം ചോദിച്ചതിൽ നിന്നാണ്. ചോദ്യം ചോദിച്ചത് അങ്ങനെയല്ല. എന്താ ചോദ്യം? ചേച്ചി ചോദിച്ചത്, ജോർജ് കുട്ടി ഒരു കഥ എഴുതിയില്ല, അതെന്തെങ്കിലും സിനിമയാക്കുമോ ജോർജ് കുട്ടി എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പം ഞാനിങ്ങനെ ചേച്ചി അത് സിനിമ ആക്കും. പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, അത്തേന്ന് സിനിമ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. ഓക്കെ. ചേച്ചി ചുമ്മാ ഇങ്ങനെ ചോദിച്ചതാണ്, ജോർജ് കുട്ടി ഒരു കഥ എഴുതിയില്ല, ആ കഥ എന്തെങ്കിലും സിനിമയാക്കുമോ, സിനിമയോട് അത്ര ഇഷ്ടമുള്ള ആളാണല്ലോ അല്ലേ? ഐ മീൻ ജോർജ് എന്തെങ്കിലും സിനിമയാക്കുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് എഴുതി, ഓക്കെ അത് സിനിമയാക്കി അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയാലോ എന്ന് പെട്ടെന്ന് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നല. ഓക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് പ്രഭാകരനെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞതിൽ ഭയങ്കര സംസാരത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഒരുപാട് നല്ല നല്ല സിനിമകൾ ഞങ്ങൾക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. ഇപ്പം ദൃശ്യം 4 പറ്റുകയാണെങ്കിൽ അതും കൂടി കൊണ്ടുവരിക. കുറേ പേര് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, ഇതാണ് പ്രശ്നം. അതുകൊണ്ട് പക്ഷെ ഒത്തിരി ആൾക്കാർ വെയിറ്റിംഗ് ഫോർ ദൃശ്യം 4 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഞാനിപ്പോൾ ദൃശ്യം 4 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കൂല. എനിക്കത് കഥാപരമായി ആ ക്യാരക്ടേഴ്സിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും നല്ല സാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിൽ ആലോചിക്കും.